എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ. തിരൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷം നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാകുമെന്ന് കുറുക്കുളി മൊയ്തീൻ പറഞ്ഞു. തിരൂരിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഈ പ്രാവശ്യം ഉണ്ടാകും. അപ്പോൾ എണ്ണം തൂക്കം ഇപ്പോൾ ഞാൻ പറയേണ്ടതില്ല, അത് ജനങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. സ്ത്രീകൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ അവർ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂടെയായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വലിയ ആവേശത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എന്നെയും ഞങ്ങളുടെ മുന്നണിയെയും ചെറുപ്പക്കാരും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചത്. പരമ്പരാഗതമായി ഞങ്ങൾക്കുള്ള മുതിർന്ന ആളുകളുടെ വോട്ട് അത് സ്ഥിരമായി ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ കിടക്കുന്നുണ്ട്. അതിലേക്കാണ് പുതുതായി ആർജവത്തോടു കൂടി ചെറുപ്പക്കാർ കടന്നു വന്നത്. അത് ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു ആവേശമാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ കൊടും ചൂടിലും സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത അത്ര ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളാണ് UDFിൻ്റെ പ്രവർത്തകന്മാർ കാഴ്ചവെച്ചത്. പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തോടെയാണ് പ്രവർത്തന രംഗത്ത് സജീവമായതെന്നും ഒരു കടുത്ത മത്സരം തന്നെയാണ് നടന്നതെന്നും കുറുക്കുളി മൊയ്തീൻ പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം വരാൻ പോവുകയാണ്. മലപ്പുറം ജില്ലയിലെ 16 സീറ്റുകളും UDFിന് കിട്ടുന്ന തരത്തിൽ 1977 ചരിത്രത്തിൻ്റെ ഒരു ആവർത്തനം നടക്കാനിരിക്കുകയാണ്. പ്രവർത്തകന്മാരെ ആവേശഭരിതരാക്കി. അത് പിണറായി സർക്കാരിനുള്ളൊരു പ്രതിഷേധം കൂടിയാണ്. നമുക്ക് ഈ സ്ഥാനാർത്ഥിയെ UDFിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് കുറുക്കുളി മൊയ്തീനെ ജയിപ്പിച്ചാൽ മാത്രം പോരാ. 10 കൊല്ലമായി നമുക്ക് ദുരിതം സമ്മാനിച്ച ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി മത്സരരംഗത്ത് വരുമ്പോൾ കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് ജനാധിപത്യ ബോധമുള്ള മുഴുവൻ ആളുകൾ UDFിൻ്റെ കൂടെ വരാൻ അവർ ധൃതി കാണിച്ചു എന്ന് എനിക്ക്